ഏത് മഹത്വങ്ങളും നിങ്ങൾ പരിശോധിച്ചു നോക്ക്, അവിടെയെല്ലാം നമുക്ക് ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ നമുക്ക് കാണാം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് മഹത്വങ്ങളും പരിശോധിച്ചു നോക്കും. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. യൗമുൽ ജുമുഅയുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. തിങ്കളാഴ്ചയുടെ മഹത്വം റസൂലുള്ളാഹിനോട് ചോദിച്ചില്ലേ, തിങ്കളാഴ്ചയുടെ മഹത്വം എന്താ? ഫീഹി വലിതു, അന്നെന്റെ ജന്മദിനമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് മഹത്വങ്ങളും പരിശോധിച്ചോ. മക്കയുടെ മഹത്വം എന്താണ്? മക്കയിൽ നിന്ന് ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്അത്തിന്റെ പ്രതിഫലമാണ്. 1,00,000 റക്അത്തിന്റെ മഹത്വമാണ്. എന്താണ് ഈ മക്കയ്ക്ക് ഇത്രയും വലിയ പ്രത്യേകത? അവിടെ കഅബ ഉള്ളത് കൊണ്ടല്ല, ഹജറുൽ അസ്വദ് ഉള്ളത് കൊണ്ടല്ല, മഖാമു ഇബ്രാഹിം ഉള്ളത് കൊണ്ടല്ല, അവിടെ ഹിജ്ർ ഇസ്മായിൽ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ ജന്മസ്ഥലമാണ്. അല്ലാഹു പറയുന്നത് കണ്ടോ, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാടിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു റസൂലേ, ഈ നാടിനെ പിടിച്ച് സത്യം ചെയ്യുന്നു. അതിനുള്ള കാരണം നബിയെ തങ്ങൾ ഈ നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. യാ റബ്ബി സ്വല്ലി അലാ മൻ ഹല്ല ഫിൽ ഹറമി റസൂലില്ലദി ഖദ് ഖസ്സ ബിൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ كلهم يا ربي صل على من حل في الحرم طه الرسول الذي قد خص بالكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹാനായ റസൂലുള്ളാഹി അവിടെ ജനിക്കാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കഅബ അവിടെ വന്നത്, അതുകൊണ്ടാണ് ഹജറുൽ അസ്വദ് വന്നത്, അതുകൊണ്ടാണ് സംസം വന്നത്, അതുകൊണ്ടാണ് ഹിജ്ർ ഇസ്മായിൽ വന്നത്, അതുകൊണ്ടാണ് സഫ വന്നത്, അതുകൊണ്ടാണ് മർവ വന്നത്. ഇതെല്ലാം അവിടെ വന്നത് റസൂലുള്ളാഹി അവിടെ ജനിക്കാൻ പോകുന്നു. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. മക്കയുടെ സവിശേഷത, അതിന്റെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. മദീനയുടെ പ്രത്യേകത, അത് റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ദിവസത്തിന്റെ പ്രത്യേകത, അത് റസൂലുള്ളാഹിന്റെ മഹത്വമാണ്. ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ. ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ഒരു രാത്രിയായി ലൈലത്തുൽ ഖദ്റിനെ അല്ലാഹു പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താ? തനസ്സലു മലായികത്തു, ആ രാത്രിയിൽ മലായികത്ത് ഇറങ്ങും. മലായികത്ത് എന്നാ ഇറങ്ങാത്തത്? എല്ലാ രാത്രിയിലും മലായികത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ആ ദിവസം ചില സ്പെഷ്യൽ മലായികത്ത് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല ആ ദിവസത്തെ സമ്പുഷ്ടമാക്കിയത്. ആത്മാവിന്റെ സ്രോതസ്സായ മുഹമ്മദ് മുസ്തഫ ഐനുന്നൂർ അന്ന് ഇറങ്ങി വരും. റസൂലുള്ളാഹി ജനിച്ച ആ സമയത്തിന് മഹത്വമുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്, ഞാൻ ജീവിക്കുന്ന നൂറ്റാണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി. റസൂലുള്ളാഹി മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും കേരളത്തിൽ ജീവിക്കുന്ന നമുക്കും ആ മഹത്വമുണ്ട്. ആ അന്തരീക്ഷത്തിൽ റസൂലുള്ളാഹിയുണ്ട്. അതുപോലെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഐനുന്നൂർ ഇറങ്ങി വരുന്ന, ആത്മാവ് ഇറങ്ങി വരുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് 1000 മാസത്തേക്കാൾ ആ രാത്രിക്ക് മഹത്വമുണ്ട്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ.
മഹാനായ റസൂലുള്ളാന്റെ പ്രകാശം, റസൂലുള്ളാന്റെ ആത്മാവ് ആ ദിവസത്തിൽ ഇറങ്ങി വരുന്നത് കൊണ്ട് ആ ദിവസത്തിന് മഹത്വമുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാ മഹത്വത്തിന്റെയും അടിസ്ഥാനമാണ് മുഹമ്മദ് മുസ്തഫ. സമയത്തിന്റെ മഹത്വം റസൂലുള്ളാന്റെ മഹത്വമാണ്, സ്ഥലത്തിന്റെ മഹത്വം റസൂലുള്ളാന്റെ മഹത്വമാണ്, വ്യക്തികളുടെ മഹത്വം റസൂലുള്ളാന്റെ മഹത്വമാണ്. റസൂലുള്ളയുമായി ബന്ധപ്പെട്ടതെന്തുണ്ടോ അതാണ് എല്ലാറ്റിലും മഹത്വമുള്ളത്. വെള്ളത്തിൽ നിന്ന് ഏറ്റവും മഹത്വമുള്ള വെള്ളം അത് സംസം വെള്ളമല്ല, അതിനേക്കാൾ മഹത്വമുള്ള വെള്ളം റസൂലുള്ളാന്റെ കൈവിരലിലൂടെ പൊട്ടിയൊലിച്ച വെള്ളമുണ്ടല്ലോ, മോചനത്തിന്റെ വെള്ളമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, റസൂലുള്ളാന്റെ കൈവരിലൂടെ ദാഹജലം സ്വഹാബത്ത് കുടിച്ചല്ലോ, ആ വെള്ളമാണ് മഹത്വമുള്ള വെള്ളം, അതിനാണ് ഒന്നാം സ്ഥാനം. ചുരുക്കത്തിൽ എന്തൊക്കെ മഹത്വമുള്ള വസ്തുക്കളുണ്ടോ അവിടെയെല്ലാം നമുക്ക് കാണാം മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഇരിക്കുന്ന നമ്മളെ മഹത്വം എന്താണ്? നമ്മളെ നിസ്കാരോ നോമ്പോ സക്കാത്തോ ഹജ്ജോ ഒന്നും അല്ല നമുക്ക് മഹത്വം നൽകുന്നത്, മറിച്ച് നമ്മുടെ മഹത്വം ഉമ്മത്ത മുഹമ്മദ്. ഉമ്മത്ത മുഹമ്മദ് എന്താ നമ്മളെ പവർ? ഉമ്മത്ത മുഹമ്മദ്. നാളെ മഹ്ശറ വൻസഭയിൽ ജനകോടികൾ, ലക്ഷങ്ങളായ അമ്പിയാക്കളും അവരുടെ ഔലിയാക്കളായ ഉമ്മത്തുകളും അല്ലാത്തവരൊക്കെ സമ്മേളിക്കുമ്പോ ആദ്യമായി സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു, ഐന ഉമ്മത്ത മുഹമ്മദ്. ഇബ്രാഹിം നബിയുടെ, നൂഹ് നബിയുടെ, ഇസ്മായിൽ നബിയുടെ ഒക്കെ അനുയായികളിൽപ്പെട്ട ഔലിയാക്കളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ അള്ളാഹു ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുന്നു. നമ്മുടെ മഹത്വം അനമിൻ ഉമ്മത്തി മുഹമ്മദിൻ, അനമിൻ ഉമ്മത്തി മുഹമ്മദിൻ. ബുശ്റാ ലനാ بشرى لنا معشرا الإسلام إن لنا من العناية ركنا غير منهدم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعينا لطاعته بأكرم رسلك أكرم الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആനന്ദമാണ്. അല്ലാഹു തആല നമുക്ക് വലിയൊരു പദവി ഓൾറെഡി അല്ലാഹു തന്നു കഴിഞ്ഞു. എന്താണ് ആ പദവി? മറ്റു ഉമ്മത്തികളൊക്കെ ക്ഷണിക്കാൻ വിവിധങ്ങളായ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചപ്പോ 1.25 ലക്ഷം അമ്പിയാക്കളിൽ നിന്ന് നമ്മളെ ഈ മാർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കാൻ പറഞ്ഞയച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രമുർ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നെ ക്ഷണിക്കാൻ എന്റെ അള്ളാഹു പറഞ്ഞയച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിന്റെ അനുയായി ആയത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ദറജ അള്ളാഹു ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞു.